നമസ്കാരം. കത്രികയാണ് കുറെ ദിവസമായി ചർച്ച. പക്ഷെ ഈ ചർച്ചയൊന്നും എങ്ങും എത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സ്ത്രീ ഉഷ ജോസഫ് എന്ന് പറയുന്ന ഈ പാവപ്പെട്ട സ്ത്രീ കത്രിക മനഃപൂർവ്വം എടുത്ത് വിഴുങ്ങിയതാണ് എന്ന് തോന്നും ചില ഡോക്ടർമാരുടെയും അതുപോലെ ചില രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ പ്രകടനം അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനയൊക്കെ കേട്ടാൽ. ഇത് ഡോക്ടർമാരുടെ കുറ്റമല്ല എന്ന് IMA അടക്കം KGMCT അടക്കം പറഞ്ഞു കഴിഞ്ഞു. ഇവരൊക്കെയാണ് ഡോക്ടർമാർ, സർക്കാർ സർവീസിൽ ജനങ്ങളെ സേവിക്കുന്ന ഡോക്ടർമാരാണ് ഈ പറയുന്നത്. 50 കൊല്ലത്തെ ഗ്യാരണ്ടിയൊക്കെ കൊടുത്തു ഒരു ഡോക്ടർ. അതുപോലെ ഈ രാഷ്ട്രീയ നേതാക്കളും ഡോക്ടർമാരും ഒരിക്കലും തെറ്റ് സമ്മതിക്കില്ല. നമുക്കറിയാം, എന്ത് ചെയ്താലും, രോഗി മരിച്ചാലും രോഗിയെ കൊന്നാലും ഓപ്പറേഷൻ മാറിപ്പോയാലും കാല് മാറിപ്പോയാലും പിഞ്ചു കുട്ടികളെ സർജറിക്കിടയിൽ അവർ മരണപ്പെട്ടാലും ഒന്നും സമ്മതിക്കില്ല. കാരണം അവരതിന് എന്തെങ്കിലും ഒരു സാങ്കേതികമായ ന്യായം കണ്ടെത്തും. ഈ സാങ്കേതിക ന്യായം നമുക്ക് അറിയില്ല, കാരണം നമുക്കതിന്റെ പ്രാധാന്യം അറിയില്ല. ഇതിപ്പോ കത്രിക എന്ന് പറയുന്നു, കത്രിക അല്ല, ഇത് വേറെന്തോ തരത്തിലുള്ള മാസ്കിറ്റോ ഫോഴ്സെപ്സ് ആണ്. അതിന്റെ സാങ്കേതിക പദം അങ്ങനെയാണ്. ഇതിന്റെ അറ്റമൊടിഞ്ഞ് ആ സ്ത്രീയുടെ മൂത്രസഞ്ചിക്ക് തുളയുണ്ടായതായുള്ള ചില വാദങ്ങളും ഉയരുന്നുണ്ട്, ചില പരാതികളും ഉയരുന്നുണ്ട്. അന്വേഷണം നടക്കുമായിരിക്കും. എന്ത് നടന്നാലും ആ പാവം അനുഭവിച്ച ബുദ്ധിമുട്ടും വേദനയും ഒക്കെ തന്നെ നമുക്കറിയാം. മറ്റൊരു വാർത്ത കേട്ടു, തൃശ്ശൂരുകാരൻ ഒരു സനൂപ്, അദ്ദേഹം തൊഴിലാളിയാണ്, പാവം ടൈൽ തൊഴിലാളിയാണ്. അദ്ദേഹത്തിന് മുട്ടുവേദന വന്നു, ചെറുപ്പക്കാരനാണ്. മുട്ടുവേദന വന്നിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി, അവിടെ പോയി നിലത്ത് അഡ്മിറ്റ് ചെയ്ത് കിടത്തി. ഇദ്ദേഹത്തെ മുട്ടുവേദനയ്ക്കുള്ള ചികിത്സക്കിടെ കയ്യിൽ കാനുല കയറ്റി, അത് ഇൻഫെക്ഷനായി. അവസാനം ആ മനുഷ്യന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു. കണ്ണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ശരീരം മുഴുവൻ ഈ ഇൻഫെക്ഷൻ പകർന്നിട്ട് കണ്ണിലെ കൃഷ്ണമണികൾ നീക്കം ചെയ്യേണ്ടി വന്നു. ഇതൊന്നും സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. ഇതൊന്നും ആളുടെ കുഴപ്പമല്ല, ഭരണകർത്താക്കളുടെ കുഴപ്പമല്ല, ആരോഗ്യ വകുപ്പിന്റെ കുഴപ്പമല്ല. ഇതൊക്കെ പറഞ്ഞാലും ആരോഗ്യ കേരളം നമ്പർ 1 തന്നെ ഇന്ന് നാണമില്ലാതെ മാധ്യമ പ്രവർത്തകരുടെ മെക്കിട്ടും കയറി അവരെയും ചീത്ത പറഞ്ഞ് നടക്കുന്ന ഒരു സംവിധാനം ഇടതുപക്ഷ സർക്കാരാണത്രേ. നാണവും മാനവും ഉണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ? ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടാൻ ഉത്തരവാദിത്തമില്ലാതെ ഈ കാര്യങ്ങളൊന്നും തന്നെ നിയന്ത്രിക്കാതെ, പരിശോധിക്കാതെ പാവപ്പെട്ട ജനങ്ങളുടെ മെക്കിട്ട് കയറാൻ, മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറാൻ നാണവും മാനവും ഉണ്ടോ ഇടതുപക്ഷ സർക്കാരെ, മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി എന്ന് ജനങ്ങൾ ഉറക്കെ ചോദിക്കുകയാണ്. ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഇതിന്റെ വിശകലനങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ നൽകിയതാണ്, DNA നൽകിയതാണ്. എൻ്റെ ഒരു അടുത്ത ബന്ധുവിന്റെ അമ്മായിയമ്മ മരണപ്പെട്ടു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അവർക്ക് ഹൃദ്രോഗം ആയിരുന്നു. അവർക്ക് സർജറി നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് സർജറി നടത്തിയത്. അതിനുശേഷം സർജറി പരാജയപ്പെട്ടു. സർജറിക്ക് ശേഷം അല്ലെങ്കിൽ സർജറിയോടുകൂടി അവർ മരണപ്പെടുകയായിരുന്നു. പ്രായമായ സ്ത്രീയാണ്. ഇവരെ ഐവറമഠം ശ്മശാനത്തിൽ, അവരുടെ ബന്ധു അവിടെയാണ്, അവിടെ കൊണ്ട് ദഹിപ്പിച്ചപ്പോൾ ആ ദഹനത്തിനിടയിൽ അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു പ്ലെയർ പോലെ, കത്രിക പോലെ ഒരു ഇരുമ്പ് ഉപകരണം കണ്ടെടുക്കുന്നു. അത് കത്തില്ലല്ലോ, ദഹിപ്പിക്കുന്നതിനിടയ്ക്ക് അത് കത്തില്ല. ദഹനത്തിന് ശേഷമുള്ള സഞ്ചയന കർമ്മത്തിനോ മറ്റോ പോയപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. ചവണം പോലൊരു സാധനം. അത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏൽപ്പിച്ച്. അവർ പാവപ്പെട്ടവരായതുകൊണ്ട് മറ്റേ പരാതിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോയില്ല. ആ സ്ത്രീ ചിലപ്പോൾ ഇത് നെഞ്ചത്ത് വെച്ച് തുന്നിക്കെട്ടിയതുകൊണ്ടായിരിക്കാം മരണപ്പെട്ടത്. പഞ്ഞി വെച്ച് തുന്നിക്കെട്ടുന്നു, കുപ്പിച്ചിൽ വെച്ച് തുന്നിക്കെട്ടുന്നു, ഒരു കുഞ്ഞിന്റെ കൈ നഷ്ടപ്പെടുന്നു, എന്തെല്ലാം പരാജയങ്ങൾ, സമ്പൂർണ്ണ പരാജയം. എന്നിട്ട് തെറ്റ് അംഗീകരിക്കാനോ അത് തിരുത്താനോ അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കാനോ കഴിയാത്ത ഡോക്ടർമാരും സർക്കാരും ഇവിടെ ഉള്ളപ്പോൾ മനുഷ്യജീവൻ എന്ത് വിലയാണ് ഇവിടെ ഉള്ളത്? മനുഷ്യനെന്ത് വില, മനുഷ്യജീവൻ എന്ത് വില? ഇനിയും ഇതൊക്കെ തന്നെ ഇവിടെ തുടരും. എന്നിട്ട് പറയും ഉറക്കെ ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയും. ഇതാണോ ആരോഗ്യ കേരളം? പാവപ്പെട്ടവന്റെ, സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നവന് കുഴപ്പമില്ലായിരിക്കാം, അവന്റെ കയ്യിൽ പണമുണ്ട്, അവന്റെ കയ്യിൽ കാശുണ്ട്, അതുകൊണ്ട് അവൻ സ്വകാര്യ ആശുപത്രിയിൽ പോയി നല്ല ചികിത്സ തേടും. ഇവിടെ പാവപ്പെട്ടവനായതുകൊണ്ട് അവന്റെ ജീവന് വിലയില്ല, അവന്റെ മാനത്തിന് വിലയില്ല, അവന്റെ കുഞ്ഞുങ്ങൾക്ക് വിലയില്ല, അവന്റെ ആരോഗ്യത്തിന് വിലയില്ല, ഒന്നുമില്ല. ലക്ഷങ്ങൾ ശമ്പളം പറ്റുന്ന ഈ സർക്കാർ ഡോക്ടർമാർ ഇത്തരത്തിലുള്ള നെറികേടുകളും ഉത്തരവാദിത്തമില്ലായ്മയും തുടരുമ്പോഴും ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം, സർക്കാർ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നത് നമുക്ക് അഭിമാനം തന്നെയാണ്, നല്ല അഭിമാനം.